നിന്നെ നിന്റെ നാട്ടുകാർ പുറത്താക്കുന്ന ആ സമയത്ത് ഞാനും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അവിടുന്ന് പറയുകയാണ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ആശ്ചര്യത്തോടു കൂടി ചോദിക്കുകയാണ്, എന്റെ നാട്ടുകാർ എന്നെ പുറത്താക്കിയേ? കാരണം റസൂൽ ആരാണ് മക്കയില്? എന്താ റസൂലിന്റെ ലഖബ്? അൽ അമീൻ, വിശ്വസ്തൻ എന്ന് ആളുകൾ വിളിച്ചിരുന്ന. ഹജറുൽ അസ്വദിന്റെ വിഷയത്തിൽ പ്രയാസങ്ങൾ ഉണ്ടായപ്പോ ആരെയാണ് വിധികർത്താവായി സ്വീകരിച്ചത്? അല്ലെങ്കിൽ പ്രശ്നം റസൂലിനെയാണ്. അഫൻ മക്കാർ ഏറ്റെടുത്ത് റസൂലിനെ സ്വന്തം നാട്ടുകാർ അത്രയും വലിയ തോതിൽ സ്നേഹിച്ചിരുന്നു. അങ്ങനെയുള്ള നാട്ടുകാർ എന്നെ പുറത്താക്കുമെന്ന് റസൂലിനോട് ചോദിച്ചപ്പോ റസൂൽ ചോദിച്ചപ്പോ അദ്ദേഹം വറഖത്ത് ബിൻ നൗഫൽ പറയാണ്, നിങ്ങൾ വന്നതായതുപോലുള്ള കാര്യം കൊണ്ട് ഏതൊക്കെ നബിമാർ വന്നിട്ടുണ്ടോ അവരൊക്കെ ശത്രുത കാണിക്കപ്പെട്ടിട്ടുണ്ട്. അവരോട് ആളുകൾ ശത്രുത വെച്ച് പുലർത്തിയിട്ടുണ്ട്. എന്താണ് പറയുന്ന കാര്യം? നിങ്ങളെല്ലാവരും നാളെ പോയി വ്യഭിചരിക്കണം എന്നാ? അല്ല, നിങ്ങൾ വ്യഭിചാരം നിർത്തണം, നിങ്ങൾ കള്ളു കുടിക്കാൻ പാടില്ല, നിങ്ങൾ വ്യഭിചരിക്കരുത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനേക്കാളൊക്കെ ഉപരി എന്താണ് പറഞ്ഞത്? എന്താ പറഞ്ഞത്? തൗഹീദ്. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിക്കുക. യാ അയ്യുഹന്നാസ് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു. ഈ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താണ്? ശത്രുത വെച്ച് പുലർത്തപ്പെടും. ഞാൻ ജീവിച്ചിരിക്കുകയാണ് എന്ത് ചെയ്തേനെ? നിന്നെ സഹായിച്ചേനെ.